പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പല്ലവിയെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ രാഹുലിന്റെ ഗുണ്ടകൾ. ഇതോടെ ഈ കാഴ്ച കണ്ട് ഞെട്ടിപ്പോകുന്ന അഭിഷേക് എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് രക്ഷിക്കണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. ഇതിനിടയിൽ അഭിഷേകിനെ ഫോൺ ചെയ്യുകയാണ് ദേവബാല. ഇത് കാണുന്ന അഭിഷേകിന് കൂടുതൽ ദേഷ്യമാവുകയും ഫോൺ എടുക്കാതെ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഗുണ്ടകളെ കാണുന്ന അഭിഷേക്, ഞാനിപ്പോൾ ഇവിടേക്ക് വന്നിട്ടുള്ളത് കുറച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനാണ്. എന്തായാലും നിങ്ങൾ തട്ടിക്കൊണ്ടുപോയ ആ പെൺകുട്ടിയെ രക്ഷിക്കുക തന്നെ ചെയ്യും ഞാൻ. അതിനു വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. അതിന് നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കുകയില്ല. രാഹുൽ സാർ തന്ന കൊട്ടേഷനാണ് ഇത്. അതുകൊണ്ട് തന്നെ രാഹുൽ സാർ പറയാതെ ഇവിടെ നിന്ന് ആർക്കും ആ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഓഹോ, അങ്ങനെയാണോ? എന്നാൽ എനിക്ക് അതൊന്ന് കാണണമല്ലോ. ഞാൻ നിങ്ങളുടെ രാഹുൽ സാർ ഒന്നുമല്ല. പക്ഷേ ആ പെൺകുട്ടിയെ രക്ഷിച്ച് ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത് കേട്ടതിനെ തുടർന്ന് ഗുണ്ടകൾ ആക്രമിക്കുന്നതിനായി എത്തിയിരിക്കുകയാണ്. ഇതോടെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ അഭിഷേക്. മാത്രവുമല്ല, ഇതോടെ കൂട്ട ഇടി ആവുകയും ചെയ്യുന്നു. അതിഗംഭീരമായ ഏറ്റുമുട്ടലാണ് ഉണ്ടാകുന്നത്. കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നുള്ള സംശയം വരെ ഉണ്ടാവുകയും ചെയ്യുന്നു. പക്ഷേ ഇതേ തുടർന്നാണ് അഭിഷേക് അടിയേറ്റ് താഴെ വീഴുന്നത്. ഇതോടെ ഇനി അഭിഷേകിന് തിരിച്ചു വരാൻ സാധിക്കുകയില്ല എന്ന് എല്ലാവരും വിചാരിക്കുമ്പോഴാണ് വീണ്ടും പല്ലവിയെ രക്ഷിക്കുന്നതിനായി അഭിഷേക് അവിടെ നിന്ന് എണീറ്റ് വരുന്നതും വീണ്ടും അവരുമായി ഏറ്റുമുട്ടുന്നതും. ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. രാഹുലിന്റെ ഗുണ്ടയെ ഇടിച്ചു വീഴ്ത്തുന്ന അഭിഷേക് ഇതേ തുടർന്ന് പല്ലവിയോട് തൻ്റെ കൂടെ വരാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് കാണുന്ന ആ ഗുണ്ടയ്ക്കാകട്ടെ തടയാൻ സാധിക്കാത്ത അവസ്ഥയും ഉണ്ടാകുന്നു. അഭിഷേക് ഉടൻ തന്നെ ആ ഗുണ്ടയുടെ അടുത്തേക്ക് ചെല്ലുകയും, നിന്റെ രാഹുൽ സാറിനുള്ളത് ഞാൻ അവിടെ നേരിട്ട് പോയി കൊടുക്കുന്നുണ്ട്. അതുവരെ നീ ഇവിടെ റെസ്റ്റ് എടുക്ക്. ഇനി അവൻ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ അഭിഷേക് സാറ് വന്ന് കൂട്ടിക്കൊണ്ടുപോയി പല്ലവിയെ എന്ന് പറഞ്ഞാൽ മതി. കേട്ടോടാ പല്ലവി, വാ കേറ് എന്ന് പറഞ്ഞ് തൻ്റെ ബൈക്കിൽ പല്ലവിയെ പല്ലവിയുടെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇപ്പോൾ അഭിഷേക്. മാത്രവുമല്ല, അവിടെ വെച്ച് പല്ലവി, നീ യാതൊരു വിധത്തിലും പേടിക്കരുത്. എന്തിനും ഏതിനും സഹായിക്കുന്നതിനായി ഞങ്ങളൊക്കെ കൂടെ തന്നെയുണ്ട്. ആ ഒരു വിശ്വാസം നിനക്കുണ്ടാകണം. മനസ്സിലായോ? ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായതൊന്നും വീട്ടിൽ പറയേണ്ടതില്ല. വീട്ടുകാരാകെ പകച്ചു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഇനി ഇതുപോലുള്ള അപകടങ്ങൾ നിനക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാനും ശ്രദ്ധിക്കാം. അതിനുള്ള നീക്കങ്ങൾ ഞാനും നടത്താം. ഇതോടെ പല്ലവി, തനിക്ക് ധൈര്യമായി എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ എന്നെ രക്ഷിക്കാൻ എൻ്റെ ചേട്ടനുണ്ട് എന്നുള്ള കാര്യം ഇന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. അതുതന്നെ വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ച്. ഇനി എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പുണ്ട്. ഞാൻ ധൈര്യമായിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ബാക്കി കാര്യങ്ങൾ വഴിയേ കാണാം. ശരി എന്ന് പറഞ്ഞ് പല്ലവി പോകുന്നു. ഇതോടെ രാഹുലിനെ കാണണം എന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് അഭിഷേക് പോവുകയാണ്. രാഹുലാകട്ടെ തൻ്റെ വിജയം ആഘോഷിക്കുകയാണ് മദ്യവുമായി. അപ്പോഴാണ് രാഹുൽ അയച്ച ആ ഗുണ്ട ഫോൺ ചെയ്യുന്നത്. ഇതോടെ സന്തോഷത്തോടെ കോൾ അറ്റൻഡ് ചെയ്യുന്ന രാഹുൽ, എന്തായടാ, അവളുടെ കഥ തീർത്തു അല്ലേ? ഞാൻ ഈ ന്യൂസ് കേൾക്കാൻ വേണ്ടിയായിരുന്നു കാത്തിരുന്നത്. അല്ല സാർ.
എന്ത് അല്ല? നീ എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾ അവളെ തട്ടിക്കൊണ്ടുവന്ന് കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ നടത്താൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ആ അഭിഷേക് കയറി വന്നത്. അവൻ കയറി വന്നാൽ അവനെയും അടിച്ചു കൊല്ലണ്ടേ? അതിന് ഞങ്ങൾ ശ്രമിച്ചു സാർ. പക്ഷേ അത് വർക്കൗട്ട് ആയില്ല. അയാൾ ഞങ്ങളെയെല്ലാം തല്ലി താഴെയിട്ട് ആ പെണ്ണിനെയും കൊണ്ട് കടന്നു കളയുകയാണ് ചെയ്തത്. ശ്ശേ, മടയന്മാർ! നിങ്ങൾക്കൊക്കെ എന്താണ്? ഒരു ഉപകാരവുമില്ലാത്ത കുറെ എണ്ണം, കുറെ തണ്ടും തടിയും ഉണ്ട് എന്ന് മാത്രം. ശ്ശേ, ഇനിയിപ്പോൾ ഈ കേസിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഞാൻ എല്ലാ കാര്യവും സക്സസ് ആയി എന്ന് വിചാരിച്ച് ഇരിക്കുമ്പോഴാണ് ഇതുപോലുള്ള മാരണവുമായി നിങ്ങൾ വരുന്നത്. ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ഇരിക്കുമ്പോഴാണ് അഭിഷേകിന്റെ ഫോൺ കോൾ തേടിയെത്തുന്നത് രാഹുലിനെ. ഇതോടെ മറുപടി പറയാൻ സാധിക്കാത്ത അവസ്ഥയിൽ നിന്ന് പോവുകയാണ് ഇപ്പോൾ രാഹുൽ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.